ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, കൈത്താക്കാലം രണ്ടാം ഞായറാഴ്ചയിലേക്ക് നാം കടക്കുകയാണ്. കൈത്താക്കാലത്തെ ഫലാഗമകാലം എന്നും വിളിക്കുന്നുണ്ട്. അതിന് കാരണം ശ്ലീഹന്മാർ ഈശോയുടെ സുവിശേഷം പ്രസംഗിച്ച് സഭ സ്ഥാപിച്ച് സഭാ സമൂഹത്തിൽ സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും ഫലങ്ങൾ പുറപ്പെടുവിച്ചു. അതിനെ അനുസ്മരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ഈശോ ആകുന്ന തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന മുന്തിരിച്ചെടി പോലെ ശിശു സമൂഹം കർത്താവിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ഒരു അടയാളമായുള്ള ഒരു ഐക്കൺ ഈശോ മധ്യഭാഗത്തും ശിഷ്യന്മാർ വശങ്ങളിലുമായി നിൽക്കുന്ന ഒരു മുന്തിരിച്ചെടി പോലെയുള്ള ഒരു ഐക്കൺ കാണാറുണ്ട്. ഈശോയാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖകളാണ് ശിഷ്യന്മാർ. അതോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഈശോയിൽ വിശ്വസിക്കുന്ന ശിഷ്യസഞ്ചയം, സഭ എന്നൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഐക്കൺ ചിത്രീകരണമാണ്. മുന്തിരി ചെടി ഇസ്രായേലിൻ്റെ അടയാളം തന്നെയാണ്. സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായം 21-ാം വാക്യത്തിൽ മോശ ഇസ്രായേൽ ഭൂമിയുടെ വാഗ്ദാന ദേശത്തിൻ്റെ ഫലഭൂയിഷ്ഠത മനസ്സിലാക്കാൻ ചാരന്മാരെ അയക്കുമ്പോൾ അവർ തിരിച്ചു കൊണ്ടുവരുന്നത് വലിയൊരു മുന്തിരിക്കുള്ള 2 പേര് തണ്ടിൽ ചുമന്ന് കൊണ്ടുവരികയാണ്. അതിൻ്റെ അർത്ഥം സമൃദ്ധിയുടെ ഒരു അടയാളമാണ്. ഈ മുന്തിരിച്ചെടി ഇസ്രായേലിൻ്റെ ഒരു സിമ്പൽ ആയിട്ട് മാറി. ജെറുസലേം ദേവാലയം പണി കഴിച്ചപ്പോൾ അതിൻ്റെ പ്രധാന കവാടം സ്വർണം കൊണ്ടുള്ള മുന്തിരി കുലകൾ ആലേഖനം ചെയ്തിരുന്നു എന്നാണ് സഭാ ചരിത്രകാരനായ ഫ്ലാവിയസ് ജോസഫ് പറയുന്നത്. അവിടെ ആ ഒരു മുന്തിരി കുലയ്ക്ക് തന്നെ ഒരു മനുഷ്യൻ്റെ വലിപ്പമുണ്ട്. അത്രയും വലിയ സ്വർണം കൊണ്ടുള്ള മുന്തിരിക്കുലയാണ്. ഇസ്രായേലിൻ്റെ പ്രതീകമാണല്ലോ അവരുടെ ദേവാലയം. ഇതെല്ലാം പൂർത്തീകരിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പഠിപ്പിക്കുന്നത്. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1-ാം വാക്യമാണ്. ഈശോയുടെ ഐ ആം വേർഡ്സ്, അതായത് ഞാൻ ആകുന്നു എന്ന് പറയുന്ന 7 വചനങ്ങളുണ്ട്. അതിൽ അവസാനത്തെ വചനഭാഗമാണ് ഞാനാകുന്നു ജീവൻ്റെ അപ്പം എന്ന് ഈശോ പറയുന്നുണ്ടല്ലോ. ഞാൻ നല്ല ഇടയനാകുന്നു പറയുന്നുണ്ടല്ലോ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു പറയുന്നു. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ആ വാചക പരമ്പരയിൽ അവസാനത്തെ ഐ ആം സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ ആകുന്നു. നമുക്കറിയാം ദൈവം ആയിരിക്കുന്നവനാണ്. ഞാൻ ആകുന്നു എന്ന് പറഞ്ഞാൽ ഈശോയുടെ ദൈവത്വം സൂചിപ്പിക്കുന്നതാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് എന്ന് പറയുമ്പോൾ ഈ ആകുന്നു പ്രസ്താവനകളുടെ അവസാനത്തെ പ്രസ്താവനയാണ്. ഈശോ സാക്ഷാൽ മുന്തിരിച്ചെടിയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈശോ പഴയ നിയമത്തിലെ മുന്തിരിച്ചെടികളുടെ എല്ലാം പൂർണ്ണതയാണെന്ന് കാണിക്കുകയാണ്. അവയെല്ലാം അപൂർണമായ മുന്തിരിച്ചെടികളാണ്. യേശയ്യായുടെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 7 മുതലുള്ള വാക്യങ്ങളിൽ മുന്തിരിച്ചെടിയെക്കുറിച്ച് തന്നെയുള്ള ഒരു കവിത കാണാൻ സാധിക്കും. ദൈവം നട്ടു വളർത്തിയ മുന്തിരിച്ചെടി, പക്ഷെ അതിൽ വളർന്ന് പന്തലിച്ചത് യഥാർത്ഥ നല്ല മുന്തിരിയല്ല, മധുരമുള്ള മുന്തിരിയല്ല. ഹോശയ്യ 10:1 വാക്യം മുതലുള്ള വാക്യങ്ങൾ, ജെറമിയ 2:21 ഉള്ള വാക്യങ്ങൾ, സങ്കീർത്തനം 80:8 മുതലുള്ള വാക്യങ്ങളിൽ അങ്ങ് തന്നെ നട്ട മുന്തിരിച്ചെടി അങ്ങ് കൈവിട്ടത് എന്തുകൊണ്ടാണ്? അങ്ങ് വലം കൈകൊണ്ട് തന്നെ നട്ട മുന്തിരിച്ചെടി. അപ്പോൾ പഴയ നിയമത്തിൽ കാണുന്ന ഈ മുന്തിരിച്ചെടികൾ പലതും ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതീകമായ മുന്തിരിച്ചെടി നല്ല വിളവ്, നല്ല മുന്തിരി പുറപ്പെടുവിച്ചില്ല. അങ്ങനെ മുന്തിരി പുറപ്പെടുവിക്കാത്തപ്പോൾ ആ മുന്തിരിത്തോട്ടം നശിപ്പിച്ച് കളയുന്നതൊക്കെ ആയിട്ട് പ്രവാചകന്മാരെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈശോ പറയുന്നത് ഞാൻ ആണ് സാക്ഷാൽ മുന്തിരിച്ചെടി, യഥാർത്ഥ മുന്തിരിച്ചെടി അവിടെ നിന്നാണ്. ഇത് സൂചിപ്പിക്കുന്നത് കർത്താവ് തൊട്ട് മുമ്പ് 13-ാം അധ്യായത്തിൽ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് ഇതെൻ്റെ രക്തമാകുന്നു. ആ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിൻ്റെ അന്ത്യത്താഴ വേളയുടെ തുടർച്ചയായ ഭാഗമാണ്. ഈശോയും ശിഷ്യന്മാരും ആയിട്ടുള്ള വലിയ ഐക്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ഉപദേശമാണ്, ഒരു രൂപകമാണ്, അലഗറിയാണ് വാസ്തവത്തിൽ ഇത്. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ഈശോയും നാമുമായുള്ള ബന്ധം എന്താണ്? ഈശോയും ശിഷ്യരുമായുള്ള ബന്ധം ഗാഠമായ ഒരു ബന്ധമാണ്. ഒരു നേതാവും അനുയായിയും പോലുള്ള ബന്ധമല്ല. ഒരു വലിയ ചിന്തകനും ആ ചിന്തകൻ്റെ ചിന്തകളെ മനസ്സിലാക്കി അതിൻ്റെ അനുഗമിക്കുന്ന ആളുകളും തമ്മിലുള്ള ബന്ധമല്ല. ബൗദ്ധികമായ ഒരു അനുധാവനമല്ല, മറിച്ച് ഈശോയും ശിഷ്യരുമായുള്ള ബന്ധം ആന്തരികമായ ഉള്ളിലുള്ള ഒരു ബന്ധമാണെന്ന് കാണിക്കുകയാണ്. ഞാനാണ് സാക്ഷാൽ മുന്തിരിച്ചെടി, എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. അപ്പോൾ ഈശോ
മുന്തിരിച്ചെടിയാണ്, പിതാവാണ് കൃഷിക്കാരൻ, പിതാവാണ് നിങ്ങൾക്ക് ജീവൻ്റെ അപ്പം തരുന്നത്. യോഹന്നാൻ 6:32 നമ്മൾ കാണുന്നുണ്ടല്ലോ, പിതാവ് നൽകുന്നു. ഇതുപോലെ തന്നെ പിതാവാണ്, ഈശോയുടെ പിതാവിലൂടെയാണ് അവിടുന്ന് എല്ലാം വെളിപ്പെടുത്തി തരുന്നത്. പിതാവാണ് കൃഷിക്കാരൻ. അപ്പോൾ അതിനുശേഷം ഈശോ പറയുന്നത്, എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി വെട്ടി ഒരുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ശാഖകളിൽ ഫലം തരുന്നതുണ്ട്, ഫലം തരാത്തതുണ്ട്. ഫലം എന്നുള്ള വാക്ക് ഇവിടെ 6-7 പ്രാവശ്യം അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് ഫലം? അത് ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹത്തിൻ്റെ ഫലമാണ്, നന്മയുടെ ഫലമാണ്. ഫലം തരാത്തതാണെങ്കിലോ ഫലം തരാത്തതിന് അവിടുന്ന് കൂടുതൽ കായ്ക്കാനായി വെട്ടിയൊരുക്കുന്നു. പ്രൂണിങ്, ആ ശിക്ഷണം ലഭിച്ച ഒരു വ്യക്തിയെപ്പോലെ ശിക്ഷണം നന്നായിട്ട് പരിപാലിച്ചൊരു ചെടി അതിലെ കമ്പുകൾ വെട്ടി ഒരുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ കൃഷിക്കാരനായ ഈശോ ഫലം നൽകുവാൻ വേണ്ടി സാക്ഷാൽ മുന്തിരിച്ചെടിയായ ഈശോയിൽ പിതാവ് വെട്ടി ഒരുക്കുന്നു. അപ്പോൾ കർത്താവ് നൽകുന്ന വലിയ ഒരു ഉപദേശം, ഈ ഒരു വെട്ടിയൊരുക്കൽ, പ്രൂണിങ്, ഒരു ചെടിയുടെ ഒരു ശാഖ വെട്ടുമ്പോൾ ആ ചെടിക്ക് മുറിവേൽക്കും, വേദനിക്കും. ഇതുപോലെ പലതരത്തിലുള്ള സഹനങ്ങളിലൂടെ, തിരുത്തലുകളിലൂടെ നമ്മയും അവിടുന്ന് വെട്ടിയൊരുക്കുന്നു. ജീവിത അനുഭവങ്ങളിലൂടെ, ജീവിത പാഠങ്ങൾ നൽകിക്കൊണ്ട്, തിരിച്ചടികൾ നൽകിക്കൊണ്ട്, ഒരുപക്ഷെ ജീവിതത്തിലെ സഹനങ്ങൾ ഒക്കെ നൽകിക്കൊണ്ട് നമ്മെ വെട്ടിയൊരുക്കുകയാണ്. അത് കൂടുതൽ ഫലം ലഭിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ കർത്താവ് വെട്ടിയൊരുക്കി, കർത്താവ് പരിപാലിക്കുന്ന ഒരു ചെടി പോലെയാണ് ഓരോരുത്തരുടെയും ജീവിതം. അങ്ങനെ കർത്താവിൽ വളരണം, വെട്ടിയൊരുക്കപ്പെടണം. അങ്ങനെ കർത്താവ് നട്ട ചെടി പോലെയാണ് തിരുസഭ. ഡിഡക്കെ എന്ന് പറയുന്ന സിറിയൻ മേഖലയിൽ ഉണ്ടായ ആദ്യകാല ഒരു ക്രിസ്തീയ രചനയാണ്. AD 70 രചിച്ച ഡിഡക്കെ അപ്പോസ്തല പ്രബോധനത്തിൽ സഭയെ ഒരു മുന്തിരി ചെടിയോട് ഉപമിക്കുന്നുണ്ട്. കർത്താവ് വെട്ടിയൊരുക്കി പരിപാലിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പോൾ കർത്താവ് വെട്ടിയൊരുക്കുന്ന കർത്താവിൻ്റെ ആ വചനം വഴി നമ്മെ തിരുത്തി കർത്താവ് നമ്മളെ പരിപാലിച്ച് ശുദ്ധിയുള്ളവരാക്കുകയാണ്, ശുദ്ധീകരിക്കുകയാണ്. സഭാപിതാവായ മാർ അപ്രയം പറയുന്നത് ഈ ഒരു ശുദ്ധീകരണം മാമോദീസയുടെ പ്രതീകമാണെന്നാണ്. കർത്താവിൻ്റെ വചനം കൊണ്ടുള്ള ഒരു മാമോദീസ നൽകുകയാണ്, അങ്ങനെ ശുദ്ധീകരിക്കുക. കർത്താവിൻ്റെ വചനമാണ് നമ്മെ വെട്ടിയൊരുക്കി ശുദ്ധീകരിക്കുന്നത്. അതിനുശേഷം രണ്ടാമത്തെ വലിയൊരു കാര്യം പറയും, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പോൾ ഈശോയുമായുള്ള ബന്ധം 6-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത് പോലെ തന്നെ എൻ്റെ തുടർച്ചയാണ്. എന്നിൽ വസിക്കുക, ഈശോയിൽ വസിക്കുക എന്ന് പറയുമ്പോൾ ഈശോ നൽകുന്ന ആ രക്ഷ അനുഭവിക്കുക, ആ രക്ഷ കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു, അത് നൽകും എന്നുള്ള ആ പ്രത്യാശയാണ് ഈശോയിൽ വസിക്കുക. അപ്പോൾ നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പോൾ ഈശോ നമ്മിൽ വസിക്കുന്നത് കർത്താവ് നമുക്ക് നൽകുന്ന ആ വിശുദ്ധീകരണ പ്രക്രിയയിലൂടെയാണ്. കർത്താവ് നമ്മിലും വസിക്കുന്നു, വചനത്തിലൂടെ, വിശുദ്ധ കൂദാശകളിലൂടെ കർത്താവ് നമ്മിൽ വസിക്കുന്നു. അങ്ങനെ അന്യോന്യ അധിവാസം, ഈ മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് എന്ന് പറയും, പരസ്പരം ഒന്നു ചേർന്നുള്ള ആ ഒരു ജീവിതം. അങ്ങനെ മാത്രമേ ആത്മീയമായ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ. സ്പിരിച്വൽ ഫെക്കൻഡിറ്റി എന്ന് പറയും, ആധ്യാത്മിക ഫലഭൂഷ്ഠിത ഉണ്ടാകുന്നത് ഈശോയിൽ വസിക്കുമ്പോഴാണ്. ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. അപ്പോൾ ഈശോയിൽ വസിക്കണം, ഈശോ ആവർത്തിച്ചുറപ്പിച്ച് പറയുന്ന കാര്യമാണ്. വീണ്ടും 1-ാം വാക്യം തന്നെ ആവർത്തിക്കുകയാണ്, ഞാൻ മുതിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ഒരു കവിത പോലെ വീണ്ടും ആവർത്തിക്കുക, ആരെന്നിലും ഞാൻ അവരിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ആദ്യം പറയുന്നത് അവൻ ഫലം പുറപ്പെടുവിക്കുമെന്നാണ്, കൂടുതൽ കായ്ക്കുവാൻ വേണ്ടി, ഫലമൊരുക്കുവാൻ വേണ്ടി വെട്ടിയൊരുക്കുന്നു. രണ്ടാമത് പറയുന്ന 5-ാം വാക്യത്തിൽ വരുമ്പോൾ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു, ഈശോയിൽ വസിക്കുമ്പോൾ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ വചനങ്ങൾ നിങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള ചോദിക്കുക, അപ്പോൾ നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നതാണ്. അപ്പോൾ ഈ ഫലം പുറപ്പെടുവിക്കുന്നത് തന്നെ 3 ഘട്ടങ്ങളിലൂടെയാണ്. ഈശോയോട് ചേർന്ന് നിന്ന് ഈശോ വെട്ടിയൊരുക്കി പരിപാലിച്ച് ഈശോയുടെ വചനം നമ്മൾ നിലനിൽക്കുമ്പോൾ ഫലം പുറപ്പെടുവിക്കും, കൂടുതൽ ഫലം പുറപ്പെടുവിക്കും, ധാരാളം ഫലം പുറപ്പെടുവിക്കും. അങ്ങനെ ഫലം പുറപ്പെടുവിക്കുന്നതിനുള്ള വളർച്ച ആത്മീയ സമൃദ്ധി, ആത്മീയമായ ജീവിതത്തിൻ്റെ സമൃദ്ധിയാണ്. തുടർന്ന് കർത്താവ് പറയുന്നൊരു വാക്യമുണ്ട്, എന്നിൽ വസിക്കാത്തവൻ ഉണങ്ങിയ ശാഖ പോലെ പുറത്ത് എറിയപ്പെടുകയും
ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഈശോയിൽ വസിക്കാത്തവരുടെ അവസ്ഥയും ഇതുപോലെ തന്നെ പറയുന്നുണ്ട്. ആദ്യത്തെ അവസ്ഥ അത് പുറത്തെറിയപ്പെടുകയാണ്. രണ്ടാമത്തെ അവസ്ഥ ഉണങ്ങിപ്പോവുകയാണ്. മൂന്നാമത്തെ അവസ്ഥ എന്താണ്? മൂന്നാമത്തെ അവസ്ഥ പറയുന്നത് അത് വെട്ടി തീയിലെറിയുകയും ചെയ്യുന്നു. ഉണങ്ങിപ്പോകുന്നു, വെട്ടി തീയിലെറിയപ്പെടുന്നു. ഈശോയിൽ വസിക്കാത്ത അവസ്ഥ. അന്നത്തെ കാലഘട്ടത്തിൽ വയലിലൂടെയൊക്കെ പോകുമ്പോൾ, വഴിയിലൂടെ പോകുമ്പോൾ കാണുന്ന നിത്യസംഭവമാണ്. ഈ മുന്തിരിയുടെ ശാഖകൾ വെട്ടി വഴിയിലിട്ടിരിക്കുന്നു, അത് ഉണങ്ങിക്കിടക്കുന്നു, കുറേ കഴിയുമ്പോൾ അത് കത്തിച്ച് കളയുന്നു. ഇതെല്ലാം സാധാരണ കാഴ്ചകളാണ്. അത് വെച്ചുകൊണ്ട് ഈശോ പഠിപ്പിക്കുകയാണ്, തീയിൽ എറിഞ്ഞു കളയുന്നു. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാൻ ഒരു വാചകം പറയുന്നുണ്ട്. അതിതാണ് ഔത്ത് വീത്തിസ് ഔത്ത് ഈഗ്നിസ്, അതായത് ഐദർ വൈൻ ഓർ ഫയർ. അതായത് ഈശോ ആകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്നുവോ അതോ തീയിലെറിയപ്പെടണമോ, നാം ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഇത് നമ്മളുടെ ഒരു ചോയ്സാണ്. കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ അവിടുന്ന് ആരെയും നിർബന്ധിക്കുന്നില്ല. പക്ഷെ കർത്താവിനോട് ചേർന്ന് നിൽക്കണം. ചേർന്ന് നിൽക്കുമ്പോൾ ധാരാളം ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും. ചേർന്ന് നിന്നില്ലെങ്കിൽ അത് നാശത്തിലേക്ക് പോകും. അതുകൊണ്ട് ഫലരഹിതമായ അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിന്ന് ദിവ്യമായ ഫലം പുറപ്പെടുവിക്കുവാൻ അവിടുന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ഈ കർത്താവിനോട് ചേർന്ന് നിന്ന് അങ്ങനെ നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും എൻ്റെ ശിഷ്യരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. ഇപ്പം ദൈവമഹത്വം, ദൈവത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്നത് ഈശോയോട് നമ്മൾ ചേർന്ന് നിന്നുകൊണ്ട് ദൈവികമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുക, ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക, സത്യവും നീതിയും സമാധാനവും നന്മയും ഒക്കെ പുറപ്പെടുവിക്കുക. ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഫലം അതാണ്. തിരുസഭ ആയിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അങ്ങനെയുള്ള ഫലങ്ങൾ, പാവങ്ങളെ സഹായിക്കുന്നു, വിദ്യാഭ്യാസ സഹായങ്ങൾ, ആതുര സേവനങ്ങൾ, അതെല്ലാം ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമാണ്. അതേസമയം ഈ ലോകത്തിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കാത്ത, ദൈവികമായ സത്യങ്ങളെ തിരസ്കരിക്കുന്ന യുദ്ധവും യുദ്ധകാകളവും തീവ്രവാദവും കലഹങ്ങളും ദുഷ്ടതയും തിന്മയും ദൂഷണവും ഏഷണിയും എല്ലാം ലോകത്തെ നിറഞ്ഞു കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ കൈത്താക്കാലത്ത് കർത്താവുമായി ചേർന്ന് നിൽക്കുന്ന വിശുദ്ധമായൊരു ജീവിതത്തിലേക്ക് കടക്കണം. അത് ബാഹ്യമായി വിദൂരമായി കർത്താവിനെ അനുഗമിക്കുന്നവരാകരുത്, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരാകണം. ഇന്നത്തെ ലേഖനം, റോമാലേഖനം 11-ാം അധ്യായത്തിൽ മറ്റൊരു രൂപകം ഉപയോഗിച്ചുകൊണ്ട് പൗലോസ്യ പഠിപ്പിക്കുകയാണ്. 17 മുതൽ ഒലിവുമരവും അതിൽ ചില ശാഖകളെ മുറിച്ച് കളഞ്ഞ് കാട്ടൊലിവിൻ്റെ മുളയായി നിന്നെ അവിടെ ഒട്ടിക്കുന്നു. വിജാതിയരോട് പറയുകയാണ്, വിജാതിയരായ നിങ്ങൾ സത്യ ശാഖകളായ യഹൂദരെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളെ അതിനോട് ഒട്ടിച്ചേർക്കുമ്പോൾ നിങ്ങൾ അതിൽ ദുരഭിമാനം കൊള്ളരുത്. നിങ്ങൾ കർത്താവിൻ്റെ ആ സ്നേഹത്തിലായിരിക്കണം. ദൈവത്തിൻ്റെ കാഠിന്യവും ശ്രദ്ധയിലിരിക്കണം. വീണവനോട് കാഠിന്യവും ദൈവത്തിൻ്റെ കൃപയിൽ നിലനിൽക്കുന്നവരുടെ കാരുണ്യവും അവിടുന്ന് കാണിക്കും. നീയും സ്വയം മുറിച്ച് നിൽക്കപ്പെടും. തങ്ങളുടെ അവിശ്വാസത്തിൽ തുടരാത്ത പക്ഷം അവരും ഒട്ടിച്ചേർക്കപ്പെടും. അപ്പം അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നാൽ ഈ യഹൂദന്മാർക്ക് തിരിച്ച് കർത്താവിൻ്റെ കാരുണ്യം ലഭിക്കും. വിജാതിരായവരോ അവർ കർത്താവിനോട് ചേർന്ന് നിന്നില്ലെങ്കിൽ കാഠിന്യമാണ് ലഭിക്കുക. അപ്പം ഈശോ ആകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്നത് പോലെ ഈശോ ആകുന്ന ഒലിവുമരത്തോടും ചേർന്ന് നിൽക്കണം. ഈ ചേർന്ന് നിൽക്കുവാൻ ദൈവം നൽകുന്ന ദൈവികമായ ഒരു സുകൃതമാണ് ദൈവഭക്തി. ഇന്നത്തെ പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം വായനയിൽ യഥാർത്ഥ ഭക്തി കുറിച്ച് പറയുകയാണ്. 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഏത് വർഗമാണ് ബഹുമാനത്തിന് അർഹം? അത് മനുഷ്യവർഗമാണ്. കർത്താവിനോട് ഭക്തിയുള്ളവനാണ്. ഏത് വർഗമാണ് ബഹുമാനം അർഹിക്കാത്തത്? 19-ാം വാക്യം. മനുഷ്യവർഗം തന്നെ. കർത്താവിൻ്റെ കൽപ്പന ലംഘിക്കുന്നവൻ, കർത്താവിനെ ബഹുമാനിക്കാത്തവൻ. അതുകൊണ്ട് കർത്താവിൻ്റെ ഭക്തിയിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബുദ്ധിമാനായ ദരിദ്രനെ നിന്ദിക്കുന്നതും പാപിയെ ബഹുമാനിക്കുന്നതും ശരിയല്ല. പ്രഭുവും ന്യായാധിപനും ഭരണാധികാരിയും ബഹുമാനിക്കപ്പെടുന്നു. എന്നാൽ അവരിൽ ആരും ദൈവഭക്തിനോടും ശ്രേഷ്ഠനല്ല. 25-ാം വാക്യം നമുക്കറിയാം. ദൈവഭക്തിയാണല്ലോ ജ്ഞാനത്തിൻ്റെ ആരംഭം. അപ്പോൾ ദൈവഭക്തി, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ആ ദൈവികമായ ചൈതന്യം. അടിമ ജ്ഞാനിയെങ്കിൽ സ്വതന്ത്രനും അവനെ സ്നേഹിക്കും. അടിമയാകട്ടെ പലതരത്തിലുള്ള അടിമത്തത്തിലായിരിക്കുന്ന വിഷമസന്ധിയിലായിരിക്കുന്നവരാകട്ടെ അവൻ ദൈവഭക്തിയിലായിരിക്കുമ്പോൾ അവനെ എല്ലാവരും ബഹുമാനിക്കും. അപ്പം കർത്താവിനോടുള്ള ദൈവിക ഭക്തി
ഈശോയോട് ദൈവത്തോട് ചേർന്നിരിക്കുവാൻ നമ്മെ സഹായിക്കും. ഇന്നത്തെ ഒന്നാമത്തെ വായനയും ഇത് തന്നെയാണ്. എൻ്റെ വചനങ്ങൾ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ ചോദിച്ചു കൊള്ളുക, ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ആ വചനങ്ങളിൽ നമ്മളായിരിക്കുമ്പോഴാണ് കർത്താവിനോടുള്ള ഭക്തിയിൽ വളരാൻ കഴിയുന്നത്. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് മുതൽ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുകയാണെങ്കിൽ നിനക്ക് ഭൂമിയിൽ മറ്റെല്ലാ ജനതകളെക്കാളും നിന്നെ ഉന്നതരാക്കും. നീ അനുഗ്രഹീതനാകും. നീ നിൻ്റെ വയലിലും നഗരത്തിലും നിൻ്റെ വിളവുകൾ, നിൻ്റെ സന്തതികൾ, മൃഗങ്ങൾ, കന്നുകാലിക്കൂട്ടം, പട്ടം എല്ലായിടത്തും അനുഗ്രഹമാണ്. മാവ് കുഴയ്ക്കുന്ന കാലം വരെ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വചനം സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നിങ്ങൾ സ്വീകരിക്കണം എന്നിട്ട് പറയുകയാണ്. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന വാക്യമാണ്. 1-ാം വാക്യം, 9-ാം വാക്യം, 14-ാം വാക്യം ഒക്കെ ഈ കൽപ്പനയെക്കുറിച്ച് പറയുകയാണ്. 10-ാം വാക്യം പ്രത്യേകം പറയുക, കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ, കർത്താവിൻ്റെ നാമം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ഇമ്മനൻസ്, കർത്താവിൻ്റെ ദിവ്യ സാന്നിധ്യമാണ്. അത് നീ വഹിക്കുന്ന അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ ഈശോ പറയുന്നത് ആ വാക്കിനോട് ചേർന്ന് ഇതിൻ്റെ ഒരു പൂരണമാണ്. അതായത് നിങ്ങൾ എന്നിൽ വസിക്കുവാൻ, കർത്താവിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മിൽ വസിക്കുന്ന അവസ്ഥയാണ്. ഇതുപോലെ ദൈവവുമായുള്ള ആ ബന്ധം, ദൈവവചനം സ്വീകരിക്കുവാനും ദൈവവചനത്തിൽ വളരുവാനുമുള്ള താല്പര്യം, ഈശോ ആകുന്ന മുന്തിരിച്ചെടിയോട് ഗാഠമായി ചേർന്നിരിക്കുക, ആ ജീവരസം അത് നമുക്ക് ലഭിക്കുന്ന കർത്താവിൻ്റെ വചനങ്ങളിലൂടെ, വിശുദ്ധ കൂദാശകളിലൂടെയാണ്. അങ്ങനെ കർത്താവിൻ്റെ ആ വചനങ്ങളോടും കൂദാശകളോടും ചേർന്ന് നിന്ന് ആധ്യാത്മികമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാം. ഈ സെൻറ്റ് അഗസ്റ്റിൻ ചോദിച്ച ചോദ്യം ഇന്നും പ്രസക്തമാണ്. ഔത്ത് വീത്തിസ് ഔത്ത് ഈറ്റ്നിസ് ഐദർ വൈൻ ഓർ ഫയർ. അപ്പോൾ കർത്താവിൻ്റെ ആ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കണമോ, വെട്ടി തീരെറിയപ്പെടണമോ? കർത്താവാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിനം ആചരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.